നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ വേറൊരു ചോദ്യം വന്നിട്ടുണ്ട്. ലൈംഗിക ദുർബലതയ്ക്ക് ജ്യോതിഷ സംബന്ധിയായ പരിഹാരമുണ്ടോ? അപ്പോൾ ലൈംഗിക ദുർബലത അല്ലെങ്കിൽ ലൈംഗിക ദൗർബല്യം എന്നുള്ളതിന് പല നിർവചനങ്ങളുണ്ട്. ഒന്ന്, ലൈംഗിക ശേഷിക്കുറവ്, സ്ത്രീ പുരുഷ ബന്ധത്തിനുള്ള ശേഷിക്കുറവ്, ഉദ്ധാരണക്കുറവ്, ഇതിനെക്കുറിച്ചൊക്കെ പറയും. അടുത്തത് ലൈംഗിക വ്യതിയാനം, മറ്റൊരു തരത്തിലുള്ള ലൈംഗികതയിലേക്കുള്ള മോഹം. ചിലർക്ക് ഒരുപാട് വ്യത്യസ്തമായ ലൈംഗിക മോഹങ്ങളുണ്ടല്ലോ. ഇപ്പൊ സാധാരണ ഗതിയിൽ പ്രകൃതിയിൽ എതിർ ദിശയിലേക്ക് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സെക്സിലേക്കുള്ള ശ്രദ്ധ, അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷനിലേക്കും പുരുഷന് സ്ത്രീയിലേക്കും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടോ അല്ലെങ്കിൽ അതിൽ തന്നെ വിഭിന്നമായി ശാരീരികമായിട്ടുള്ളതിനേക്കാൾ ഉപരിയായിട്ടുള്ള വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ലൈംഗിക വ്യതിയാനങ്ങളെയും ലൈംഗിക ദൗർബല്യമായിട്ടും ദുർബലതയായിട്ടും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചതെന്നുള്ളത് വ്യക്തമല്ല ഇതിനകത്ത്. എങ്കിലും ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് നിങ്ങൾ ജനിച്ച സമയത്തെ ഗ്രഹനില എടുത്ത് നോക്കുമ്പോൾ അറിയാനൊക്കും. ഉഭയരാശി ലഗ്നമായിട്ട് വരുന്നവർക്ക് പലപ്പോഴും ഒരു ഉഭയ ലൈംഗിക സ്വഭാവം വരാറുണ്ട്. എന്നുവെച്ചാൽ ബൈസെക്ഷൽ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ അതിൽ ബുധനും ഈ ഉഭയരാശി ലഗ്നമായിട്ട് വന്നാൽ ചരം സ്ഥിരം ഉഭയം അങ്ങനെ 3 തരത്തിലാണല്ലോ 12 നക്ഷത്രങ്ങൾ 12 രാശികളെയും തിരിച്ചിരിക്കുന്നത്. അതിൽ മീനം, മിഥുനം, കന്നി, ധനു എന്നീ 4 രാശികളാണ് ഉഭയരാശികൾ. അത് ലഗ്നമായിട്ട് വരണം. ആ രാശിയിലെ നക്ഷത്രങ്ങളെ കുറിച്ചല്ല പറയുന്നത്. കന്നിക്കൂറുകാരെ കുറിച്ചോ ധനുക്കൂറുകാരെ കുറിച്ചോ മീനക്കൂറുകാരെ കുറിച്ചോ മിഥുനക്കൂറുകാരെ കുറിച്ചോ അല്ല ഞാൻ ഇപ്പോഴും പറയുന്നത്. അത് തിരിച്ചറിയണം. ആ രാശി ലഗ്നമായിട്ട് ജനിച്ചിരിക്കുകയും ലഗ്നം ശരീരം, അപ്പൊ 1-ാം ഭാവമായിട്ട് വരികയും ശനി, ബുധൻ എന്നിവയുടെ ശക്തമായ ദൃഷ്ടി, യോഗം ഇവയൊക്കെ വന്നാലും ഒക്കെ നമ്മൾക്ക് ഈ ലൈംഗിക ദൗർബല്യത്തെ കുറിച്ച് പറയണം, ലൈംഗിക വ്യതിയാനത്തെ കുറിച്ച് പറയണം. ചിലർക്ക് ഓപ്പോസിറ്റിലുള്ള ഒരാളിലേക്ക്, എതിർ ഇണയിലേക്ക്, നമ്മുടെ എതിർ ലിംഗത്തിലുള്ള ഒരാളിലേക്ക് ലൈംഗിക ദാഹം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അവർക്ക് വേറെ എന്തിലെങ്കിലും ആയിരിക്കാം. പലതുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്, പലതരത്തിലുള്ള സാഹചര്യങ്ങൾ, ഒത്തിരി ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് നമ്മളിവിടെ ഗവേഷണം നടത്തി പറയേണ്ടതില്ല. അതെല്ലാവർക്കും ഇപ്പോഴും അറിയാവുന്ന കാര്യങ്ങളുമായിരിക്കും. അങ്ങനെ വരാം. അതിനൊക്കെ കാരണമായിട്ട് ബുധനും ശനിക്കും ഈ ഉഭയരാശി ലഗ്നമായിട്ട് വരുന്നതിനും പ്രാധാന്യമാണ്. മുമ്പ് പറഞ്ഞതിൽ നിന്ന് ഞാൻ ഇപ്പോഴും ഇത്രയും പറഞ്ഞപ്പോൾ അടുത്ത ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുള്ളത്, ഉഭയ രാശികളിൽ ജനിച്ച അതേ കൂറുകാർക്കും ചിലർക്ക് വരാറുണ്ട്. ഇപ്പോഴ് മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ മകയിരത്തിന്റെ അന്ത്യപകുതി, തിരുവാതിര, പുണർത്തിന്റെ ആദ്യത്തെ 3/4 ഭാഗം. കന്നിക്കൂർ എന്ന് പറയുമ്പോഴത്തേന് ഉത്തരത്തിൽ 3/4, അത്തം, ചിത്ര ആദ്യ പകുതി. ധനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല. ഇവർക്കും ഇതുപോലെയുള്ള സാധ്യതകൾ വളരെ കൂടുന്നുണ്ട്. ലൈംഗിക ദൗർബല്യം വേറൊരു തരത്തിലുള്ള വാസനയാണുള്ളതെങ്കിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതായ തലത്തിലേക്ക് ഉണ്ടാകാതെ പോകാം. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം അതിനനുസരിച്ചുള്ള ദേവതകളെ കണ്ടെത്തേണ്ടത്. അത് വിവാഹത്തിന് മുമ്പ് തന്നെ വേണം. ഒരു 15 വയസ്സിന് മുമ്പ് തന്നെ പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ ചേഷ്ടകളിൽ കൂടി ഇവനിൽ പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ഒരു പെണ്ണിൻ്റെതായ സ്ത്രൈണഭാവങ്ങളൊന്നും മാസമുറ ആരംഭിച്ചതോടെ രജസ്വലയായ നിമിഷം തൊട്ട് ഉണ്ടാകുന്നില്ല എങ്കിൽ അവിടെയൊക്കെ ചില ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. എന്നും പറഞ്ഞ് ഒരുതരം കാമോദ്ദീപകമായ ഗോഷ്ഠികൾ കാണിച്ചു കിടക്കണം എന്നല്ല പറഞ്ഞത്. ആ ഒരു നാണം വർദ്ധിക്കുക, ഇങ്ങനെ കുറെ ലക്ഷണങ്ങളുണ്ട് ഒരു കന്യകയ്ക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ അവിടെ വെച്ച് ശ്രദ്ധിക്കണം. അതിന് പറ്റിയ മന്ത്രം ജപിപ്പിക്കണം. ഇതൊക്കെ പുരാതന കാലത്ത് നടന്നിരുന്നതാണ് ഭാരതത്തിൽ. അതിനെ പറ്റിയ ആചാര്യന്മാരുണ്ട്. ഇതിന് ജ്യോത്സ്യന്മാരുടെ സാന്നിധ്യം, ആചാര്യന്മാരുടെ സാന്നിധ്യമൊക്കെ ഉണ്ട്. ഇവരൊക്കെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഈ കുട്ടിയെ കൊണ്ട് ഇന്ന മന്ത്രം ജപിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം ഇവൾക്ക് ജന്മസിദ്ധമായി വരേണ്ടതായ സ്ത്രൈണഭാവങ്ങൾ കൗമാരത്തിലെത്തിയിട്ടും വന്നിട്ടില്ല. അത് വന്നേ പറ്റൂ. അതുകൊണ്ട് ഇതെല്ലാം ചെയ്യേണ്ടതാണ്. ഇത് ഏകദേശം 1750 1800 തൊട്ടേ ഇത്തരം ഒരുപാട് നന്മ നിറഞ്ഞ വശങ്ങൾ ഭാരതത്തിൽ നിന്ന് നശിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കുറേയേറെ തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഞാനിതെല്ലാം പറയുന്നത്, മനസ്സിലാക്കണം. ഇപ്പോഴും ഇതെല്ലാം അറിഞ്ഞു ചെയ്യുന്നവരും ഉണ്ട്, പക്ഷെ അത് താരതമ്യേന വളരെ കുറവാണ്. പിന്നെ ജനകീയമായി ജ്യോത്സ്യന്മാരാരും അറിയുന്നവരുണ്ടെങ്കിൽ അവർ പറയണമെന്നുമില്ല, പലർക്കും അത് അറിയണമെന്നുമില്ല. അതുകൊണ്ട് കൂടി അത് ശ്രദ്ധിക്കുക. പിന്നെ ആൺകുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ സ്ത്രൈണഭാവമായിരിക്കും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോഴവിടെ പൗരുഷഭാവത്തിലേക്ക് വരാനുള്ള അതിനു പറ്റിയ മന്ത്രജപങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളും ഒക്കെ
കാലോചിതമായി, ദേശോചിതമായി, സന്ദർഭോചിതമായി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതും ചെയ്യണം. അവിടെയൊക്കെ വെച്ച് ലൈംഗികമായിട്ടുള്ള വ്യതിയാനം എന്ന് വെച്ചാൽ ശ്രദ്ധ തിരിഞ്ഞു പോയി വേറെ എവിടേക്കെങ്കിലും പോവുകയോ വികലതയിലേക്ക് വരികയോ ഒന്നും ഇല്ലാതെ എന്ന് വെച്ചാൽ വരാതെ അവരെ നേരാമണ്ണം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത കാര്യം ലൈംഗിക ശേഷി കുറവിനെ കുറിച്ചാണ് പറയുന്നത്. ഗ്രഹനിലയിൽ അഷ്ടമഭാവത്തിനെ നോക്കണം. 8ാം ഭാവത്തിന്റെ അധിപൻ അവിടെ തന്നെയാണോ നിൽക്കുന്നത്, അതോ ഏതെങ്കിലും രാശികളിലാണോ നിൽക്കുന്നത്? ആ രാശികളുടെ ഈ 8ാം ഭാവാധിപൻ, അഷ്ടമാധിപൻ എവിടെയാണ്, ഏത് രാശിയിലാണ് പോയി നിൽക്കുന്നത്? ആ രാശിയുടെ നാഥൻ, ആ രാശിയുടെ അധിപൻ എവിടെയാണ് നിൽക്കുന്നത്? 8ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപനും 8ാം ഭാവാധിപനും 8ാം ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ഗ്രഹം പോയി നിൽക്കുന്ന രാശിയുടെ അധിപനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എങ്കിൽ അത് ഏതുതരം ബന്ധമാണുള്ളത്? അത് ശുക്രനോ രാഹുവോ കേതുവോ ചന്ദ്രനോ ചൊവ്വയോ ആണോ? ഇതെല്ലാം ചിന്തിക്കണം. ചൊവ്വ വന്നു കഴിഞ്ഞാൽ ഒരു അക്രമഭാവം, ആക്രമണോത്സുകത, ഈ ലൈംഗിക കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. 8ാം ഭാവത്തിന്റെ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെയൊക്കെയാണ്. കാരണം അതുവരെ പൂച്ചയെ പോലെ ഇരുന്നാലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നേരത്തെ അവരുടെ മട്ടുമാറും. അവരുടെ ഉപബോധ മനസ്സ് പുറത്തേക്ക് വന്നിട്ട് അവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് പറയാനൊക്കെയില്ല. അതാ 8ാം ഭാവത്തിലെ ചൊവ്വയുടെ വരവ് ഒക്കെ നമ്മൾ സാധാരണയായിട്ട് സൂചിപ്പിക്കാറുണ്ട്. ഈ 8ാം ഭാവത്തിൽ ബുധൻ വന്നാലും ചിലപ്പോൾ ബൗദ്ധികമായിട്ടും കലയിലുമൊക്കെ ഒരുപാട് ഔന്നത്യത്തിലേക്ക് പോയെങ്കിലും പക്ഷെ അവർക്ക് ചിലപ്പോൾ ലൈംഗിക ശേഷിയിലേക്കൊക്കെ കുറച്ചൊരു പ്രശ്നമായിരിക്കും. അവർക്ക് ഭാവനയിലൂടെ ലൈംഗികത വളർന്നിട്ട് രതിമൂർച്ച ഭാവനയിലൂടെ തന്നെ രതിയിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ നടന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ കൂടുതൽ മനപ്പായസം ഉണ്ണുന്നവരായിരിക്കും. മനസ്സിലിട്ട് മദ്ദളം കൊട്ടുക എന്നൊക്കെ പറയല്ലോ പണ്ട്. അങ്ങനെയുള്ളവരായിരിക്കും. അവർക്ക് ഇതെല്ലാം ഭാവനയിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ എതിർ ലിംഗത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ ലൈംഗികമായ ആഗ്രഹം ആരോടാണോ തോന്നുന്നത് അവരെ കാണുമ്പോൾ തന്നെ അവർക്ക് ലൈംഗിക നിവൃത്തി വരാം, രതിമൂർച്ച സംഭവിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് ഇണയെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെയും സംഭവിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. എപ്പോൾ വെച്ച് ഇവർക്ക് ലൈംഗിക ഉത്തേജനം വന്നിട്ട് ലൈംഗിക ഉത്തേജനം എത്രമാത്രം വരെ നിന്നിട്ട് പോകാൻ ഇടയാകും എന്നൊന്നും പറയാനൊക്കെയില്ല. അത്രമാത്രം മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ ഇണയെ അമ്പരപ്പിക്കുന്ന രീതിയിലായിരിക്കാം. വലിയ ആവേശമായിരിക്കാം പങ്കെടുക്കുമ്പോഴും, പക്ഷെ അതെങ്ങും എത്താതെ തന്നെ അവരുടെ രതിമൂർച്ച നടന്നു പോകുന്നതായിട്ടും വരാം. അത് അഷ്ടമാധിപനെ കൊണ്ടും അഷ്ടമാധിപൻ എവിടെ നിൽക്കുന്ന രാശിയുടെ അധിപനെ കൊണ്ടും ചൊവ്വ രാഹു ശുക്രൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളെ കൂടെ ബന്ധിപ്പിച്ചിരിക്കണം. ബുധനും ഉണ്ട്, ശനിക്കും ഉണ്ട്. അവിടെ ഒരു പ്രാധാന്യം വരുന്നുണ്ട്. ബുധനും ശനിയും നപുംസക ഗ്രഹങ്ങളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വഭാവം വരാം. പ്രത്യേകിച്ച് സ്ത്രീ നപുംസകമായ ബുധൻ അങ്ങനെ വരുമ്പോൾ ലൈംഗികമായ മോഹങ്ങൾക്കൊക്കെ പ്രശ്നം വരാം. കാരണം മനസ്സിനെ വല്ലാതെ ബാധിക്കാൻ പലതും. ഈ ബുധൻ ഏതെങ്കിലും തരത്തിൽ അഷ്ടമത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അഷ്ടമത്തിലേക്ക് ബുധന്റെ 7ാം ഭാവത്തിലും 8ാം ഭാവത്തിലും, 7ാം ഭാവം കൊണ്ട് ഒരു പരിധിവരെ 8ആണ് മുഖ്യം, ഉണ്ടാകുന്നു എങ്കിൽ ചെറിയ കാര്യത്തിൽ പോലും പെട്ടെന്ന് തന്നെ താല്പര്യം കുറയാം. ചിലപ്പം ഇണയുടെ ശരീരത്തിന്റെ ഗന്ധം വല്ലാതെ വന്നു കഴിഞ്ഞാൽ കുറയാം. ചിലപ്പോൾ ആ സമയത്തെ പ്രാകൃത വാക്കുകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പുരുഷന്മാരെ സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ എപ്പോഴും എടുത്തെറിഞ്ഞ് സംസാരിക്കുന്ന രീതിയൊക്കെ കൂടുതലായിട്ടുണ്ട്. സ്ത്രൈണഭാവങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ സ്ത്രീകൾക്ക്. പരുഷമായ പഴയതുപോലെ ഓമനത്വമുള്ള സംസാരം തീരെ. പണ്ടേ കുറഞ്ഞു വന്നത് ഇപ്പോൾ തീരെ ഇല്ലാതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ പുരുഷന്മാർക്ക് ചിലപ്പോൾ ഒരു നിഷിദ്ധത മനസ്സിൽ ജനിച്ചാലും ലൈംഗിക ബോധം നഷ്ടപ്പെടും. ലൈംഗിക താല്പര്യം എന്നേക്കുമായിട്ട് ഇല്ലാതാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ വിമർശിക്കുക, പുച്ഛിക്കുക, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, കളിയാക്കുക, സ്ത്രീകൾ അങ്ങനെ പുരുഷന്മാരോട് ചെയ്താൽ പുരുഷന്മാർക്ക് താല്പര്യം കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇതെല്ലാം അഷ്ടമം കൊണ്ട് നമ്മൾ ചിന്തിക്കും. 8ന്റെ 8 അതിന് 2ാം ഘട്ടമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതെല്ലാം ലൈംഗിക ദൗർബല്യം, ഏത് തരത്തിലുള്ള ലൈംഗിക ദൗർബല്യമാണോ ഉള്ളത് അതിനെല്ലാം തന്നെ ഉത്തരങ്ങളുണ്ട്. ഇതെല്ലാം വളരെ ഗവേഷണ ബുദ്ധിയോടുകൂടി നോക്കണം. അങ്ങനെ ഒരു സാധ്യതയുണ്ട് എങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ അതിനെപ്പറ്റി ഒരു ആചാര്യനോട് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ എന്ത് വേണം, എങ്ങനെയാണ്, എനിക്കിങ്ങനൊരു ഇതുണ്ട്, എല്ലാവരും വിവാഹം കഴിക്കാൻ പറയുന്നു, വിവാഹപ്രായം എത്തിയതായി പറയുന്നു, എനിക്കിപ്പം മറ്റ് ബാധ്യതകളൊന്നുമില്ല, ഇനിയിപ്പോൾ വിവാഹം നടത്തുക എന്നുള്ള ഒരു ചടങ്ങേ ഉള്ളൂ, അപ്പോൾ അതിനുവേണ്ടി ആലോചന നടക്കുന്നു, എനിക്കിങ്ങനെയാണ് പ്രശ്നം എന്ന് അതിനെ എങ്ങനെ പരിഹരിക്കാം, ഇങ്ങനെ എന്നോട് ചോദിച്ചു വന്ന ആളുകളുണ്ട്.
അപ്പോൾ അതുപോലെ നമുക്ക് ആ കാര്യത്തിന് അത് എന്തെങ്കിലും ഒരു വഴിപാടുകളേക്കാൾ ഉപരി, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധിവരെ അതൊക്കെ കുറച്ച് ഗുണം ചെയ്യുമെങ്കിൽ അതിനേക്കാൾ ഉപരി അതിനെ ഏത് തരത്തിൽ മാനസികമായി നേരിടാവുന്ന, അതിനെ അതിജീവിക്കാമെന്ന് നോക്കണം. അവിടെ മന്ത്രജപം ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഭക്ഷണമാറ്റം, അപ്പൊ ഏത് തരത്തിലുള്ള ഭക്ഷണം വേണമെന്ന് നമ്മൾക്ക് ഗ്രഹനില കാണുമ്പോൾ അറിയാം. ഇപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ധാന്യങ്ങളാണല്ലോ മുഖ്യമായിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമുക്കിനി മറ്റൊരു വീഡിയോയിലും ചെയ്യാവുന്നതാണ്. ഇപ്പൊ ശനിയുടെ നക്ഷത്രക്കാർക്ക് ഏത് ധാന്യമാണ് വേണ്ടത്, വ്യാഴത്തിന്റെ നക്ഷത്രക്കാർക്ക് ഏത് ധാന്യമാണ് വേണ്ടത്, ചൊവ്വയുടെ നക്ഷത്രക്കാർക്ക് ഏത് ധാന്യമാണ് വേണ്ടത്, ഇനിയും ചൊവ്വ കൂടുതൽ ബലമാണെങ്കിൽ ഏത് ധാന്യമാണ് വേണ്ടത്, ഇനി അത് അതിനകത്തെ ആഴത്തിലുള്ള സ്പെഷ്യലൈസേഷനാണ് ഓരോ കാര്യത്തിലും. ചൊവ്വയുടെ നക്ഷത്രക്കാർക്ക് ഇത് തന്നെ കൊടുക്കുമെന്ന് പൊതുവായൊരു പ്രവചനം നടത്തിയാലും ഇനിയും ചൊവ്വ വളരെ ദോഷിയായിട്ടോ ഗുണകരമായിട്ടോ മധ്യമായിട്ടോ ഡിഗ്രി അതിന്റെ തീവ്രതയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്, ഏത് ഭക്ഷണമാണ് വേണ്ടത് എന്നൊക്കെ പറയും. ഇപ്പൊ ശനിക്ക് എള്ളിനെ കുറിച്ച് പറയും. ശനി നക്ഷത്രക്കാർക്ക് എള്ള് പ്രധാനമാണ്. ഇപ്പം പൂയമനിടം ഉത്രട്ടാതിക്കാർക്ക് എള്ള് പ്രധാനമാണ്. നമ്മൾ കയറി പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും. അവിടെ സൂക്ഷ്മമായി പരിഗണിച്ചിട്ട് എള്ള് തന്നെയാണോ വേണ്ടത്, എള്ളിനോടൊപ്പം മറ്റേതെങ്കിലും ഭക്ഷണ വസ്തുക്കൾ വേണോ, ധാന്യങ്ങൾ വേണോ എന്നൊക്കെയുള്ളത് ചിന്തിച്ചിട്ട് വേണം മറുപടി പറയാൻ. ഇതുപോലുള്ള കാര്യങ്ങളും കൂടി അപഗ്രഥിക്കേണ്ടത്. ഇതൊക്കെ വലിയ വിഷയങ്ങൾ. വലിയെന്ന് വെച്ചാൽ സൂക്ഷ്മമായി സങ്കീർണമായ കാര്യങ്ങൾ സൂക്ഷ്മമായി പരിഗണിച്ചിട്ട് വേണം അവിടെയൊക്കെ ഉത്തരം കൊടുക്കേണ്ടത്, അവിടെ നമ്മൾ പോകേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. പിന്നെ ശുക്രനെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് ലൈംഗിക ദൗർബല്യം മാറ്റും. പിന്നെ വശ്യമന്ത്രങ്ങൾ ജപിക്കും തോറും ലൈംഗിക ദൗർബല്യം മാറും, ലൈംഗിക ആവേശം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചില കാമ്യ യജ്ഞങ്ങളുണ്ട്, കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള യജ്ഞങ്ങൾ, ഹോമം, അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്ക് കൂടുതൽ ഗുണകരമായിട്ട് വരുന്നതായിട്ട് കാണാം. വൈഷ്ണവ പ്രീതികരങ്ങളാകുന്ന പൂജകൾക്ക് ഒരുപാട് പ്രാധാന്യം ഈ തരത്തിലുണ്ട്. ശാക്തേയ പൂജകൾക്കും ഈ തരത്തിലുണ്ട്. ലൈംഗിക ദൗർബല്യം മാറാൻ വന്നി മരത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നതും നല്ലതാണ്. ഒരുപാട് മുഷ്ടിമൈഥുനമോ അതുമല്ലെങ്കിൽ രതി ക്രീഡകളോ ഒക്കെ നടത്തിയതിന് ശേഷം താല്പര്യം കുറയുകയോ ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ഷീണാവസ്ഥയിലേക്ക് പോവുകയോ ഒക്കെ വന്നിട്ടുള്ള യുവാക്കളാണെങ്കിൽ, അല്ലെങ്കിൽ യുവതികളോ യുവാക്കളോ ഒക്കെ ആണെങ്കിൽ അവര് സൽസന്താന ലബ്ധിക്ക് വേണ്ടിയും ലൈംഗിക ശേഷി വർദ്ധിക്കാനും ഒക്കെ വേണ്ടിയും പുരാതനമായി ജ്യോതിഷത്തിൽ പറയുന്ന ഒരു കാര്യമാണ് വന്യമരത്തിന് പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളത്. വന്യമരം ഇപ്പൊ കേരളത്തിൽ തന്നെ വളരെ കുറവാണ്. അത് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. പുളിയില പോലുള്ളതും ചെറിയ മുള്ളു വരുന്നതുമായ ഒരു മരമാണ്. അതിന് പ്രദക്ഷിണം വയ്ക്കുന്നതും വളരെ ഉത്തമമാണ്.